Hi friends, today we will study what is randomized algorithm or what do you mean by random algorithm. First of all, we are going through deterministic algorithm, then only we can understand the random algorithm. Deterministic algorithm. Regular algorithm follows simple steps that have predefined set of inputs and a required output and follow suggested steps. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറഞ്ഞാൽ റെഗുലർ അൽഗോരിതംസ് ആയിരിക്കും. അതെന്താ, ഒരു സിമ്പിൾ സ്റ്റെപ്പിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിന് പ്രീഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ഓഫ് ഇൻപുട്സ് കാണും, പിന്നെ കുറച്ച് റിക്വയർഡ് ഔട്ട്പുട്ട്സ് കാണും. അതൊരു കുറച്ച് സ്റ്റെപ്പിനെ സജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്കലി വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദ ഫോളോയിങ്. The output or the running time are functions of the input and the solution produced by the algorithm is correct and the number of the computational steps is same for different run of the algorithms with the same input. ഔട്ട്പുട്ടിനെ നമുക്ക് ഔട്ട്പുട്ട് എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ദ റണ്ണിങ് ടൈം ഫങ്ഷൻ ഓഫ് ദ ഇൻപുട്ട് എന്ന് നമുക്ക് പറയാം. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം പ്രൊഡ്യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് കറക്റ്റ് ആയിരിക്കും. പിന്നെ സെയിം ഇൻപുട്ടുള്ള ഡിഫറെൻ്റ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്പ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഇൻ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതംസ് ആണ്. Given a computational problem, it may be difficult to formulate an algorithm with good running time or the explosion of running time of an algorithm for that problem with the number of inputs. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതത്തിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം തന്നിരുന്നാൽ നമുക്കതിൻ്റെ ഗുഡ് റണ്ണിങ് ടൈമിനെ കമ്പ്യൂട്ട് ചെയ്യാൻ പാടാണ്. പിന്നെ നമ്പർ ഓഫ് ഇൻപുട്ട് കണ്ടുപിടിക്കാനും പാടാണ്. നമ്മുടെ മെയിൻ ടോപ്പിക്ക് റാൻഡമൈസ്ഡ് അൽഗോരിതം. എ റാൻഡമൈസ്ഡ് അൽഗോരിതം യൂസസ് എ റാൻഡം നമ്പർ അറ്റ് ലീസ്റ്റ് വൺസ് ഡ്യൂറിങ് ദ കമ്പ്യൂട്ടേഷൻ ടു മേക്ക് എ ഡിസിഷൻ. എക്സാമ്പിൾ, ഇൻ ക്വിക്സോർട്ട് യൂസിങ് എ റാൻഡം നമ്പർ ടു ചൂസ് ദ പിവറ്റ് എലമെൻറ്റ്. ഒരു റാൻഡമൈസ്ഡ് അൽഗോരിതത്തിനകത്ത് നമ്മൾ ഒരു റാൻഡം നമ്പറിനെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടേഷൻ വഴി ഒരു ഡിസിഷൻ എടുക്കാൻ. അതിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ക്വിക്സോർട്ട്. ഒരു റാൻഡം നമ്പറിനെ എടുത്തിട്ട് നമ്മൾ പിവറ്റ് എലമെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഗ്രാഫിക്കലി വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദ ഫോളോയിങ്. ഇൻ അഡീഷൻ ടു ഇൻപുട്ട്, ദ അൽഗോരിതം യൂസസ് എ സോഴ്സ് ഓഫ് സീഡോ റാൻഡം നമ്പേഴ്സ്. ഡ്യൂറിങ് എക്സിക്യൂഷൻ, ഇറ്റ് ടേക്സ് റാൻഡം ചോയ്സസ് ഡിപ്പെൻഡിങ് ഓൺ ദോസ് റാൻഡം നമ്പേഴ്സ്. The output can vary if the algorithm is run multiple times on the same input. നമ്മൾ ഗ്രാഫ് നോക്കിയാൽ അറിയാം, ഇൻപുട്ടിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത് സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ആയിരിക്കും. ഈ എക്സിക്യൂഷൻ സമയത്ത് റാൻഡം ചോയ്സസ് നമുക്ക് റാൻഡം നമ്പേഴ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂഷൻ നടത്തുന്നത്. പിന്നെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത് മൾട്ടിപ്പിൾ ടൈംസ് സെയിം ഇൻപുട്ടിൽ കൂടെ റൺ ചെയ്യുമ്പോഴാണ് ഔട്ട്പുട്ടിന് മാറ്റം വരുന്നത്. Next is an important note. Randomized algorithms are not the probabilistic analysis of expected running time of the deterministic algorithm, where the input are assumed to come from a probability distribution. The objective is to compute the expected running time of the algorithm. Next topic is classification. Randomized algorithms are classified in two categories. First one is Las Vegas and second one is Monte Carlo. Las Vegas, the algorithm always produce correct or optimum result. The time complexity of these algorithm is based on a random value and the time complexity is evaluated as expected value. റാൻഡമൈസ്ഡ് അൽഗോരിതത്തെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ലാസ് വേഗസ് നിന്നും മോണ്ടി കാർലോ എന്നും. ലാസ് വേഗസ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം എപ്പോഴും കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൈസ്ഡ് റിസൾട്ടാണ് തരുന്നതെങ്കിൽ നമുക്ക് ലാസ് വേഗസ് ആണെന്ന് പറയാം. പിന്നെ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം ബേസ് ചെയ്യുന്നത് റാൻഡം വാല്യൂസിനെയും അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് ടൈം കോംപ്ലക്സിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ വെച്ചിട്ടും ആയിരിക്കും. എക്സാമ്പിൾ ഈസ് ദാറ്റ് ദ റാൻഡമൈസ്ഡ് ക്വിക്സോർട്ട് ഓൾവേസ് സോർട്ട് ആൻ ഇൻപുട്ട് അറേ ആൻഡ് എക്സ്പെക്റ്റഡ് വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ക്വിക്സോർട്ട് ഈസ് ഓർഡർ of n log n. This topic is Monte Carlo produce the correct or optimum result with some probability. These algorithms have deterministic running time and it is generally easier to find out base case time complexity. Example, implementation of Kargas algorithm. Monte Carlo finds a 1 with probability of 1 minus 1 by 2 raised to k. Time complexity of Monte Carlo is order of k, which is deterministic. This algorithm for a decision problem has two subtypes, one-sided error and two-sided error. മോണ്ടി കാർലോനെ പറ്റിയാണ് പറയുന്നത്. അത് ചില പ്രോബ്ലത്തിന് കറക്റ്റും ഒപ്റ്റിമൈസും ആയിട്ടുള്ള റിസൾട്ടിനെ തരും. ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് റണ്ണിങ് ടൈം ആയിരിക്കും ഉള്ളത്. എന്നിട്ട്
നമ്മൾ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു, കാൾസ് അൽഗോരിതം ആണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഉദാഹരണം എന്ന്. പിന്നെ ഓർഡർ ഓഫ് കെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഡിസിഷൻ പ്രോബ്ലം ഓഫ് മോണ്ടി കാർണോ ആണ് നമ്മൾ 2 സബ് ടൈപ്പായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് 1 സൈഡഡ് എററും 2 2 സൈഡഡ് എററും. ഒരു നോട്ടാണ്, ദ ലാസ് വേഗസ് അൽഗോരിതം ആൾവേസ് ഫൈൻഡ് ആൻ ഇൻഡെക്സ് ഓഫ് 1 ബട്ട് ടൈം കോംപ്ലക്സിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ആസ് എക്സ്പെക്റ്റഡ് വാല്യൂ. ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ട്രയൽസ് ബിഫോർ ദ സക്സസ് ഈസ് 2. therefore എക്സ്പെക്റ്റഡ് ടൈം കോംപ്ലക്സിറ്റി ഈസ് ഓർഡർ ഓഫ് 1. അതായത് ലാസ് വേഗസിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആയിരിക്കും, മോണ്ടെ കാർലോയുടെ ഓർഡർ ഓഫ് കെ ആയിരിക്കും. ഓക്കെ. Topic is advantages of randomized algorithm. The algorithm is usually simple and easy to implement. The algorithm is fast with very high probability and it produces optimum output and very high probability. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ, അൽഗോരിതം സിമ്പിളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ എന്താ, ഹൈ പ്രോബിലിറ്റി, ഫാസ്റ്റ് ഹൈയും പ്രോബിലിറ്റി ആയിരിക്കും ഇതിനുള്ളത്. ഒരു ഒപ്റ്റിമം ഔട്ട്പുട്ട് ഹൈ പ്രോബിലിറ്റിയിൽ അത് തരുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് പ്രോബിലിറ്റി ആയിരിക്കും ഇൻകറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കറക്റ്റ് ആൻസർ കിട്ടുന്നതും ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ട്രൂലി റാൻഡം നമ്പർ കിട്ടുന്ന കാര്യം ഇമ്പോസിബിൾ ആണ്. ഡിസഡ്വാൻറ്റേജസ്: there is finite probability of getting incorrect answers. Analysis of running time or probability of getting a correct answer is usually difficult. Getting truly random numbers is impossible. One need to depend on pseudo-random numbers so that the result highly depends on the quality of the random number. Last topic is applications. Load balancing, counting and enumeration, parallel and distributing computing, graph algorithms, mathematical programming. Thank you all.